നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഈ സീസണിലും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, റയൽ മാഡ്രിഡ് ആകെ 2 കിരീടങ്ങൾ ഈ സീസണിൽ സ്വന്തമാക്കി കഴിഞ്ഞു. ആ 2 കിരീട നേട്ടങ്ങളിലും തൻ്റെതായ പങ്ക് വഹിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി ചാമ്പ്യൻസ് ലീഗിൽ അസാധാരണമായ പ്രകടനമാണ് വിനീഷ്യസ് പുറത്തെടുക്കുന്നത്. ഇത്തവണ റയലിന് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ സാധിക്കുകയാണെങ്കിൽ ബാലൻഡിയോർ പുരസ്കാര സാധ്യത ഏറ്റവും കൂടുതലുള്ള താരങ്ങളിൽ ഒരാൾ വിനീഷ്യസ് ജൂനിയർ തന്നെയായിരിക്കും. കൂടാതെ ബ്രസീലിനോടൊപ്പം കോപ്പ അമേരിക്ക ടൂർണമെന്റും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെയും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. 2022 22 ഗോളുകളും 20 അസിസ്റ്റുകളും നേടിയ വിനീഷ്യസ് ബാലൻഡിയോർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ വർഷം 23 ഗോളുകളും 21 അസിസ്റ്റുകളും വിനി സ്വന്തമാക്കി. അങ്ങനെ 6ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ബാലൻഡിയോർ റാങ്കിങ്ങിൽ. ഈ സീസണിൽ അദ്ദേഹം ഇപ്പോൾ 21 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കുറച്ച് മത്സരങ്ങൾ കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇത്തവണയും ബാലൻഡിയോർ പോരാട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. ചാമ്പ്യൻസ് ലീഗിലെ അദ്ദേഹത്തിന്റെ ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 3 ചാമ്പ്യൻസ് ലീഗുകളിലായി ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം അത് വിനീഷ്യസ് ജൂനിയർ ആണ്. 31 ഗോളുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മറ്റാർക്കും തന്നെ ഇതിനേക്കാൾ ഗോൾ പങ്കാളിത്തം കഴിഞ്ഞ 3 UCLകളിലായിട്ട് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ഡിസിസീവ് പാസുകളും ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഡ്രിബിളുകളും നേടിയ താരം വിനീഷ്യസ് ജൂനിയർ തന്നെയാണ്. 15 അസിസ്റ്റുകളും 66 ഡിസിസീവ് പാസുകളും 101 ഡ്രിബിളുകളും അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ മാത്രമായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ താരത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ബാലൻഡിയോർ നേടണമെങ്കിൽ ആദ്യം റയൽ മാഡ്രിഡിനോടൊപ്പം അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടേണ്ടതുണ്ട്. അതിനോടൊപ്പം ബ്രസീലിനൊപ്പം അദ്ദേഹം കോപ്പ അമേരിക്ക കിരീടവും സ്വന്തമാക്കേണ്ടതുണ്ട്. എന്നാൽ വലിയ ഒരു സാധ്യതകൾ തന്നെ അദ്ദേഹത്തിന് ഇത്തവണ അവശേഷിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.